കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒറ്റ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തെ ഒന്നടങ്കം വിറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. ഒരു യുദ്ധക്കപ്പലിന്റെ ഡെക്കിൽ നിന്നുള്ള ചിത്രത്തിനൊപ്പം ട്രംപ് പങ്കുവച്ച ആ വാക്കുകൾ വെറുമൊരു പോസ്റ്റല്ല, മറിച്ച് പശ്ചിമേഷ്യയെ പിടിച്ചുകുലുക്കാൻ പോകുന്ന ഒരു വൻ സൈനിക നീക്കത്തിന്റെ മുന്നറിയിപ്പാണോ എന്നാണ് ലോകമിപ്പോൾ ഉറ്റുനോക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അതീവ സംഘർഷഭരിതമാണ്. ആണവ കരാർ, ഉപയോധങ്ങൾ, പശ്ചിമേഷ്യയിലെ ശക്തി പ്രതിസന്ധി, ഇസ്രായേൽ ഇറാൻ വൈര്യം എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് ഇരു രാജ്യങ്ങളും നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ അമേരിക്കയുടെ വിദേശനയത്തിൽ കൂടുതൽ ആക്രമണാത്മക സമീപനം കാണാൻ തുടങ്ങിയെന്ന വിമർശനവും ഉയർന്നുവരുന്നുണ്ട്. കരാറിലെത്തില്ലെങ്കിൽ ഇറാൻ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരും എന്ന ട്രംപിന്റെ ആവർത്തിച്ച മുന്നറിയിപ്പുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായേക്കുമോ എന്ന ആശങ്കയാണ് ലോകത്തെ അലട്ടുന്നത്. ട്രംപ് പങ്കുവച്ച ചിത്രത്തിലെ പശ്ചാത്തലവും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കൊടുങ്കാറ്റ് നിറഞ്ഞ ആകാശം, യുദ്ധക്കപ്പൽ, സൈനികഭാവം, പിന്നിൽ കാണുന്ന ഇറാനിയൻ പതാകയുള്ള കപ്പൽ എല്ലാം കൂടി ഒരു മാനസിക യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന സംശയമാണുയരുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ട്രംപ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രതീകാത്മക സന്ദേശങ്ങളുപയോഗിച്ച് എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാറുണ്ട്. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം പശ്ചിമേഷ്യ ഇതിനോടകം തന്നെ ഗാസ യുദ്ധം, ചെങ്കടൽ സംഘർഷം, ഹൂത്തി ആക്രമണങ്ങൾ, ഇസ്രായേൽ ഇറാൻ നിഴൽ യുദ്ധം എന്നിവ കാരണം അതീവ അസ്ഥിരമായ അവസ്ഥയിലാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 2.0 എന്ന പേരിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ അമേരിക്കയുടെ പ്രതിരോധ തന്ത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ശക്തമായി. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ, ആണവ ഗവേഷണ സൗകര്യങ്ങൾ, മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ, നാവിക താവളങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ട് വ്യാപകമായ വ്യോമാക്രമണങ്ങൾ നടത്താനാണ് അമേരിക്ക പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രത്യേക സൈനിക ഓപ്പറേഷനുകൾക്കായി പ്രത്യേക സേനയെ വിന്യസിക്കുന്നതും ഹോർമുസ് കടലിടുക്കിനടുത്തുള്ള തന്ത്രപ്രധാന മേഖലകളിൽ നിയന്ത്രണം സ്ഥാപിക്കുന്നതും അമേരിക്കയുടെ പരിഗണനയിലുണ്ടെന്നാണ് സൂചനകൾ. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് സംഘർഷത്തിലാവുകയാണെങ്കിൽ അതിന്റെ ആഘാതം ആഗോള സമ്പദ്വ്യവസ്ഥയെ തന്നെ കുലുക്കിയിടയും. ഇതിലൊക്കെയും ഏറ്റവും ശ്രദ്ധേയമായ റിപ്പോർട്ടുകൾ ഖാർഗ് ദ്വീപിനെക്കുറിച്ചുള്ളതാണ്. ഇറാന്റെ എണ്ണക്കയറ്റുമതിയുടെ ഹൃദയഭാഗം എന്ന് പറയപ്പെടുന്ന ഈ ദ്വീപ് അമേരിക്കൻ ആക്രമണത്തിന്റെ ലക്ഷ്യമാകും എന്ന സൂചനകൾ പുറത്തുവന്നതോടെ എണ്ണവിപണിയും ജാഗ്രതയിലായി. ഖാർഗ് ദ്വീപിൽ ആക്രമണമുണ്ടായാൽ അത് ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. എന്നാൽ അതേസമയം ഇറാനും ശക്തമായ തിരിച്ചടിക്ക് തയ്യാറെടുക്കുമെന്ന് വ്യക്തമാണ്. അതിനാൽ ഒരു ചെറിയ സൈനിക നീക്കം പോലും പൂർണ്ണ പ്രാദേശിക യുദ്ധമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇറാന്റെ പ്രതികരണവും അത്രതന്നെ കടുപ്പമുള്ളതാണ്. ഏത് ആക്രമണത്തിനും മറുപടി നൽകാൻ രാജ്യം പൂർണ്ണ സജ്ജമാണ് എന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗാർ ഗാലിബാഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്ക തെറ്റായ തീരുമാനമെടുത്താൽ അതിന് വലിയ വില കൊടുക്കേണ്ടിവരും എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇറാന്റെ സൈനിക വിഭാഗങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്ന ജാഗ്രതയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാന്റെ മിസൈൽ ശൃംഖല, ഡ്രോൺ സാങ്കേതികവിദ്യ, മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രോക്സി സായുധ സംഘങ്ങൾ എന്നിവ അമേരിക്കയ്ക്കും സഖ്യഘടകങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ്. അമേരിക്കയുടെ ഭാഗത്തുനിന്നും സമ്മർദ്ദം ശക്തമാകുമ്പോഴും ട്രംപ് ഇപ്പോഴും നയതന്ത്ര ചർച്ചകൾക്ക് ദ്വാരം പൂർണ്ണമായും അടച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. സമാധാനപരമോ അല്ലാതെയോ അമേരിക്ക വിജയിക്കും എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരേ സമയം ഭീഷണിയും ചർച്ചയ്ക്കുള്ള അവസരവും നൽകുന്ന രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഭാഷ പലപ്പോഴും സംഘർഷം കുറയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ വഷളാക്കാറുണ്ട് എന്ന വിമർശനവും ഉയർന്നുവരുന്നുണ്ട്. ഇസ്രായേലിന്റെ നിലപാടും ഈ പ്രതിസന്ധിയിൽ നിർണായകമാണ്. ഇറാന്റെ ആണവ പദ്ധതിയെ തങ്ങൾക്കുള്ള ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയായി കാണുന്ന ഇസ്രായേൽ അമേരിക്കയുടെ കടുത്ത നടപടികൾക്ക് പിന്നിൽ ശക്തമായി നിൽക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. ഗാസയിലെ യുദ്ധവും ഹിസ്ബുള്ള ഇസ്രായേൽ അതിർത്തി സംഘർഷവും തുടരുന്ന സാഹചര്യത്തിൽ ഇറാനെതിരായ പുതിയ അമേരിക്കൻ നീക്കം പശ്ചിമേഷ്യയെ മുഴുവൻ അഗ്നിക്കിരയാക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട്. അതേസമയം റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നതും നിർണായകമാണ്. ഇറാനുമായി തന്ത്രപരമായ ബന്ധമുള്ള ഈ രാജ്യങ്ങൾ അമേരിക്കൻ സൈനിക നീക്കങ്ങളെ തുറന്നു പിന്തുണയ്ക്കാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ചൈനയുടെ ഊർജാവശ്യമത ഇറാനിൽ നിന്നും നിർണായകമാണ്. അതിനാൽ പശ്ചിമേഷ്യയിലെ പുതിയ യുദ്ധം ആഗോള ശക്തി സമവാക്യങ്ങളെയും ബാധിച്ചേക്കും. ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത് ട്രംപിന്റെ അടുത്ത നീക്കത്തിനായി. സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റ് വെറും രാഷ്ട്രീയ നാടകമോ അല്ലെങ്കിൽ യഥാർത്ഥ സൈനിക നടപടിയുടെ സൂചനയോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പുതിയ ഏറ്റുമുട്ടൽ വെറും രണ്ട് രാജ്യങ്ങളുടെ പ്രശ്നമല്ല. അത് ലോക സമ്പദ്വ്യവസ്ഥയെയും എണ്ണവിലയെയും ആഗോള സുരക്ഷയെയും വരെ ബാധിക്കാൻ ശേഷിയുള്ള ഒരു പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.